മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് നിലപാട് കടുപ്പിച്ചായിരുന്നു PV അൻവർ MLA പ്രതികരണം. മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും വിമർശനങ്ങൾക്ക് അക്കമിട്ട് അൻവർ മറുപടി പറഞ്ഞു. ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് അൻവർ നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. നിലപാട് കടുപ്പിച്ച് അൻവർ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് തലവേദനയുമാകുന്നുണ്ട്. MM രാഗേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് PV അൻവർ MLA ഒരു പ്രതികരണം അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. കൃത്യമായി തന്നെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു, തന്റെ ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് PV അൻവർ MLA ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുമ്പോഴും ഈ മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അൻവർ കൂടുതൽ പറയുകയാണെങ്കിൽ താൻ ഇനിയും പറയുമെന്നുള്ളൊരു കാര്യം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നീക്കം, PV അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തെല്ലാമായിരിക്കും? അത്തരത്തിൽ ഈ പാർട്ടിയിൽ ഇത് ഏതു തരത്തിലായിരിക്കും ഇനി ചർച്ചയാവുക? തുളസി, തീർച്ചയായും ഇത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം PV അൻവർ MLA ആദ്യം തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചെറിയൊരു ആരോപണം അത് പിന്നീട് നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങുന്നു. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ പൊതുസമൂഹത്തിലേക്ക് ഇത്തരമൊരു വിഷയം ഉന്നയിച്ചപ്പോഴും PV അൻവർ MLA പ്രതീക്ഷിച്ചിരുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നും ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്നാണ്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത്തരത്തിലുള്ള ചില തരത്തിലുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ വഴിമാറിപ്പോവുകയും മുഖ്യമന്ത്രി പൂർണ്ണമായും ADGP MR അജിത് കുമാറിനെയും ഒപ്പം തന്നെ P ശശിയെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെ PV അൻവർ MLAയും അതേ അർത്ഥത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും അക്കമിട്ടുകൊണ്ടാണ് ഇന്നലെ മറുപടി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം വ്യക്തിപരമായി സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ADGPയെയും ഒപ്പം തന്നെ P ശശിയെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് PV അൻവർ MLA അദ്ദേഹത്തിൻ്റെ ആരോപണം തുടരുന്നത്. ഈ ഒരു പോരാട്ടം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് കാണുന്നത്. അതേസമയം മുഖ്യമന്ത്രി പറയുന്നതും അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഇനി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ താനും സംസാരിച്ചു കൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. PV അൻവർ MLAയെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും കടിഞ്ഞാണിടാൻ പാർട്ടി സംവിധാനത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പാർട്ടി അംഗമല്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി. ഒപ്പം തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഒപ്പം തന്നെ PV അൻവർ MLA ഇനി എന്താണ് അവനാഴിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതും പാർട്ടി കേന്ദ്രങ്ങളെ സംബന്ധിച്ചും പൊതുസമൂഹത്തെ സംബന്ധിച്ചും ആശങ്കയുള്ള കാര്യങ്ങളുമാണ്. വ്യക്തമാണ്. എന്തായാലും ഇനി എന്താണ് PV അൻവറിന് പറയാനുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വന്നതിന് ശേഷം എന്തായിരിക്കും PV അൻവർ എടുക്കുന്ന നിലപാട് ആവർത്തിച്ചു കഴിഞ്ഞു എന്തായാലും ഈ പറഞ്ഞ നിലപാട്, അതായത് വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ കാണാം.